ഗുകാരം ച ഗുണാതീതം ഋകാരം രൂപവർജിതം ഗുണാതീതമരൂപം ച യോ ദദ്യാത് സ ഗുരുസ്മൃതഃ. ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും പ്രണാമം. ദർശനമാലയിലെ അപവാദ ദർശനത്തിലെ 7-ാം ശ്ലോകത്തിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. വിഭജ്യാവയവം സർവം ഏകൈകം തത്ര ദൃശ്യത്തെ ചിന്മാത്രമഖിലം നാന്യത് ഇതി മായാവിദൂരകം. അതിൻ്റെ മനനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അപവാദ ദർശനത്തിലെ 6-ാം ശ്ലോകം ഒന്ന് പുനർവിചിന്തനം ചെയ്യുമ്പോൾ, ഇവിടെ ഒന്നിനു മാത്രമേ നിലനിൽപ്പുള്ളൂ എങ്കിൽ മറ്റൊന്ന് പിന്നെ എവിടെ ഉണ്ടാകാനാണ് എന്നും, നിലനിൽക്കുന്ന ഒന്നിൽ തന്നെ മറ്റൊന്ന് ഉണ്ടാകുന്നു എന്ന് വന്നാൽ അവിടെ ആത്മാശ്രയമെന്ന ദോഷം വന്നു പോകും എന്നും, തികച്ചും ഇല്ലാത്ത ഒന്ന് പുതുതായി ഉണ്ടാകുന്നു എന്ന് വന്നാൽ അത് അസംഭവവും ആയിരിക്കും എന്ന 2 ദോഷങ്ങളെ ഗുരു നമുക്ക് പറഞ്ഞു തന്നു. ആത്മാശ്രയ ദോഷവും അസംഭവ ദോഷവും. അതിനുശേഷം 7-ാം ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 7-ാം ശ്ലോകം നമുക്കൊന്ന് ആലപിക്കാം. വിഭജ്യാവയവം സർവമേകൈകം തത്ര ദൃശ്യത്തെ ചിന്മാത്രമഖിലം നാന്യദിതി മായാവിദൂരകം. ഇവിടെ ഇതിന്റെ പദച്ഛേദം വളരെ ശ്രദ്ധിക്കുക. വിഭജ്യ അവയവം, വിഭജ്യാവയവം 2 പദങ്ങൾ ചേരുന്നതാണ്. വിഭജ്യ പ്ലസ് അവയവം 2 പദം. സർവമേകൈകം, സർവം പ്ലസ് ഏകൈകം, സർവം പ്ലസ് ഏകൈകം. ചിന്മാത്രമഖിലം ഒറ്റപ്പദമാണ്. തത്ര ദൃശ്യതേ, ഇതെല്ലാം സമസ്ത പദങ്ങൾ തന്നെയാണ്. ഇനി അടുത്തത് നാന്യതിഥി, ന അന്യത് ഇതി, ന അന്യത് ഇതി. ഇതും നമുക്ക് വളരെ എളുപ്പത്തിൽ മറന്നേക്കി നമ്മളെ സത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശ്ലോകമാണ്. നമ്മൾ കൂടുതൽ ഓരോ ശ്ലോകങ്ങൾ കഴിയും തോറും സത്യത്തിലേക്ക് അടുത്തടുത്ത് നമ്മളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ മനസ്സ് പതറാതെ ധീരമായി തന്നെ മുന്നോട്ട് സഞ്ചരിക്കണം. ഈ യാത്രയിൽ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വിഭജ്യാവയവം, വിഭജ്യ പ്ലസ് അവയവം, സർവമേകൈകം, സർവം പ്ലസ് ഏകൈകം. അടുത്തത് നാന്യതിഥി, ന അന്യത് ഇതി. ഇതിലെ 3 പദങ്ങളാണ് നമുക്ക് പിരിച്ചു പറയാനുള്ളത്. വിഭജ്യാവയവം എന്നുള്ളതും, സർവമേകൈകം എന്നുള്ളതും, നാന്യതിഥി എന്നുള്ളതും. അത് 3ഉം സന്ധി ചെയ്ത് പഠിക്കണം. ഇനി നമുക്ക് ഇതിന്റെ പദാനുപദ അർത്ഥവും ഗദ്യ രൂപത്തിലേക്കും കൃതി വിശദീകരണത്തിലേക്കും ഒക്കെ കടക്കാം. ആദ്യം നമുക്ക് ഓരോ പദങ്ങളുടെയും അർത്ഥം പരിശോധിക്കാം. നോക്കൂ, സർവം അവയവം, എല്ലാ അവയവങ്ങളും
ഏകൈകം ഓരോന്നോരോന്നായി വിഭജ്യ വേർതിരിച്ച് മാറ്റി നോക്കിയാല് തത്ര അവിടെ അഖിലം എല്ലാം മായാവിദൂരകം, അതായത് മായാവിമുക്തമായ, അതായത് മായയുടെ സ്പർശനമില്ലാത്ത, മായ മാറി നിൽക്കുന്ന എന്നർത്ഥം, മായയുടെ സ്പർശനമില്ലാത്ത ചിന്മാത്രം ബോധസ്വരൂപം തന്നെ ന അന്യത് മറ്റൊന്നുമല്ല ഇതി എന്ന് ദൃശ്യതേ കണ്ടെത്താനാകുന്നു. എത്ര ക്ലിയർ ആയിട്ടാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വളരെ കുറച്ച് വാക്കുകളെ ഉള്ളെങ്കിലും വളരെ വലിയ വലിയ പ്രപഞ്ച രഹസ്യത്തെ ഉൾക്കൊള്ളുന്ന, വ്യക്തി രഹസ്യത്തെ ഉൾക്കൊള്ളുന്ന ഒരു ശ്ലോകമാണിത്. നമുക്ക് ഇതിന്റെ സാരം, ഈ ശ്ലോകത്തിന്റെ സാരം ഒന്ന് പരിശോധിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും ഓരോന്ന്, അതായത് പ്രപഞ്ചത്തിലുള്ള അതിന്റെ അവയവങ്ങളായിരിക്കുന്ന എന്തൊക്കെയാണോ ഓരോന്നിനും ഇരിക്കുന്നത്, അങ്ങനെ ഓരോന്നിനെയും, എല്ലാ അവയവങ്ങളെയും ഓരോന്നായി വീണ്ടും വീണ്ടും വേർതിരിച്ചു നോക്കിയാൽ എല്ലാം സത്യമായിരിക്കുന്നത് മായാസ്പർശമില്ലാത്ത ബോധവസ്തുവല്ലാതെ മറ്റൊന്നുമല്ല സത്യം, ബോധം മാത്രമാണ് സത്യമെന്ന് കണ്ടെത്താനാവും എന്നാണ്. ഇവിടെ നമ്മള് കൃതിയുടെ വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം, ഒരു വസ്തുവിനെ വിശകലനം ചെയ്യുമ്പോഴാണ് ആ വസ്തുവിന്റെ പൊരുള് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അത് ഒരു വസ്തു ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മളൊരു വസ്തു വാങ്ങുമ്പോൾ തന്നെ, കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ അത് എന്തെല്ലാം വസ്തുക്കൾ ചേരുന്നതാണ് ഈ വസ്തു എന്ന് നമുക്ക് അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അവയവ വിശകലനം ചെയ്യുമ്പോഴാണ് ഒരു വസ്തുവിന്റെ പൊരുൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ഇവിടെ ഗുരു നമ്മോട് പറഞ്ഞു തരികയാണ്, ആദ്യം ഒരു വ്യക്തിക്ക് തന്നെ അവയവങ്ങളായി വേർതിരിച്ച് കണ്ട് വസ്തുതത്വം എന്തെന്ന് തിരയാം. ഇനി പുറമേ കാണുന്ന വസ്തുക്കളിൽ അതിലേതെങ്കിലും പ്രപഞ്ച പദാർത്ഥത്തെ അവയവങ്ങളാക്കി പിരിച്ചു നോക്കിയും വസ്തുവിന്റെ തത്വം തിരയാം. രണ്ട് രീതിയിൽ തത്വം തിരയാം, വ്യക്തിതലത്തിലും അതായത് പ്രപഞ്ചതലത്തിലും. പരമചൈതന്യമായ ഗുരു കണ്ടെത്തിയ സത്യം അവിടുത്തെ തിരുവുള്ളത്തിൽ നിന്ന് പറഞ്ഞു തന്നിരിക്കുന്നു മനുഷ്യ സമൂഹത്തിന്. ഇത് മറനീക്കി നമ്മിലേക്ക് എത്തണം. ഈ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് പരമകാരുണികനായ മഹാഗുരു. ഒരു പറയാണ്, സർവം അവയവം വിഭജ്യ, എല്ലാ അവയവവും ഓരോന്നായി വേർതിരിച്ചു നോക്കിയാൽ എന്ന്. ആദ്യം ഒരു വ്യക്തിയെ ബാഹ്യതലത്തിൽ നിന്ന് വിശകലനം ചെയ്ത് ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം. നമുക്ക് വ്യക്തിതലത്തിൽ നാം ഓരോരുത്തരും നമ്മിലേക്കൊന്ന് നോക്കാം നമുക്ക്. ഇനി ഇത് ശ്രവണത്തെക്കാൾ ഉപരി ഇനി നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഓരോന്നും നമ്മളിലേക്ക് ചിന്ത ചെയ്ത് അനുഭവിച്ച് ഉറപ്പിച്ചു വേണം സത്യത്തിലേക്ക് നമുക്ക് യാത്ര തുടരാൻ. ഇനി ഓരോരുത്തരും, ഇത് കേൾക്കുന്ന ഓരോരുത്തരും താൻ ആരാണ് എന്നൊന്ന് ചിന്ത ചെയ്ത് നോക്കൂ. അങ്ങനെ നോക്കുമ്പോൾ നാം അറിയുന്നു, നാം ഈ പ്രപഞ്ചവുമായി ഇടപഴകുന്നത്, അല്ലെങ്കിൽ പുറത്തുള്ള അറിവുകൾ നമുക്ക് നൽകുന്നത്, പുറത്തുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നത് കൊണ്ടാണല്ലോ നാം അറിയുന്നത്, പ്രപഞ്ചത്തെ അറിയുന്നത്. ഈ അറിവ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയാണ്. നമ്മൾ ഈ അറിവ് നേടുന്നത് കണ്ണുകൊണ്ട്, കണ്ടും സ്പർശിച്ചും രുചിച്ചും അതുപോലെ തന്നെ മണത്തും ഒക്കെയാണ് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് വിഷയങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാമോ ജ്ഞാനേന്ദ്രിയങ്ങളാണ് ഞാൻ എന്ന് കരുതാൻ പറ്റുമോ?
ഞാൻ ഇന്ദ്രിയങ്ങളാണ് എന്ന് കരുതാൻ പറ്റൂ? കാരണം ഞാൻ ഇന്ദ്രിയങ്ങളിലൂടെയാണല്ലോ പുറത്തുള്ള വിവരങ്ങൾ എടുക്കുന്നത്. ഇല്ല. കാരണം അവയെ നിയന്ത്രിക്കുന്ന മനസ്സുണ്ട്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു മനസ്സുണ്ട്. കാരണം മനസ്സുണ്ടെങ്കിലേ എനിക്കത് കാണണ്ട എന്ന് കരുതിയാൽ കാണണ്ട, എനിക്കത് കഴിക്കണ്ട രുചിക്കണ്ട എന്ന് കരുതിയാൽ രുചിക്കണ്ട. മനസ്സനുവദിച്ചാലേ ഇന്ദ്രിയങ്ങൾ അതിന്റെ കർമ്മങ്ങള് അല്ലെങ്കിൽ ജോലികള് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ദ്രിയങ്ങളല്ല. പിന്നെ ആരാണ്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന മനസ്സിലെത്തി നിൽക്കുകയാണ് നാം. ഇനി നമുക്ക് ഈ മനസ്സിനെ ഒന്ന് വിഭജിച്ച് നോക്കിയാലോ? അതിനകത്തുമുണ്ട് അന്ധകരണങ്ങള്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, അല്ലെ? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇതാണ് അന്ധകരണ ഘടകങ്ങള്. അപ്പൊ മനസ്സ് ഈ ഘടകങ്ങളുടെ എല്ലാം നിയന്ത്രണത്തിലാണെന്ന് കാണാൻ പറ്റും. കാരണം സങ്കല്പ വികല്പാത്മകമാണല്ലോ മനസ്സ്. സങ്കല്പങ്ങളും വികല്പങ്ങളും കൊണ്ട് നിറഞ്ഞിടമാണ് മനസ്സ്. ഈ മനസ്സിനെ പോലൊരു കുഴപ്പക്കാരൻ വേറെ ഇല്ല എന്ന് പറയും ശാസ്ത്രങ്ങള്. അപ്പോ പലതരം സങ്കല്പങ്ങൾ ചേർന്ന മനസ്സ് ജീവിതത്തിൽ എന്തു നേടണമെന്ന നിശ്ചയത്തെ ആസ്പദമാക്കിയാണ് നമ്മളിലെ മനസ്സിൽ സങ്കല്പങ്ങൾ രൂപം കൊള്ളുന്നത്. ഒരു വീട്ടമ്മ അന്ന് അടുക്കളയിൽ ഉണ്ടാക്കേണ്ടതായ വസ്തുക്കള് അവരുടെ മനസ്സിലാണ് സങ്കല്പിക്കുന്നത്. ആ സങ്കല്പമാണ് ആഹാര പദാർത്ഥങ്ങളായി ഓരോ പാത്രങ്ങളിൽ നിറയുന്നത്, അല്ലെ? സങ്കല്പങ്ങൾ അനുസരിച്ച് ഓരോ വ്യക്തിയും ഓരോന്ന് നേടുന്നു. മനസ്സിന്റെ സങ്കല്പങ്ങളെ നിശ്ചയിച്ചുറപ്പിക്കുന്നു ബുദ്ധി. മനസ്സ് സങ്കല്പം എടുത്താല് അതിനൊരു തീരുമാനം അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ബുദ്ധിയാണ്. ബുദ്ധിയുടെ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ പ്രവൃത്തിയുടെ ഫലമായി നമ്മൾക്ക് സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നു. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ സുഖാനുഭവവും ദുഃഖാനുഭവവും ഒക്കെ ഉണ്ടാവുന്നു. ഇത് അനുഭവിക്കുന്നത് നമ്മുടെ ചിത്തമാണ്. ഈ സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ നമ്മള് വ്യക്തിതലത്തിലെ അനുഭവങ്ങൾ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഈ 3 അന്ധകരണ ഘടകങ്ങളിൽ ഒതുങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് 3 ചേർന്നതാണോ നാം എന്ന് നാം വീണ്ടും അന്വേഷിക്കുന്നു. അത് മനസ്സാണോ നാം എന്ന് വീണ്ടും അന്വേഷിക്കുന്നു. അപ്പോൾ അന്വേഷണം എവിടെ നിന്നൊക്കെ തുടങ്ങിയത്? ഇന്ദ്രിയങ്ങളിൽ തുടങ്ങി അന്ധകരണത്തിൽ എത്തി നിൽക്കുകയാണ് വ്യക്തിതലത്തിലുള്ള നമ്മുടെ അന്വേഷണം. വളരെ ശ്രദ്ധയോടെ പഠിച്ച് അനുഭവിച്ച് തന്നെ മുന്നോട്ട് പോകണം. അപ്പോ നമുക്ക് അന്വേഷണത്തിൽ നാം ഇങ്ങനെയാണ് കണ്ടെത്തിയത്. സാമാന്യമായി ഇവയിലെല്ലാം പെട്ടു നിൽക്കുന്ന ഞാൻ എന്ന അഹംബോധത്തെ കണ്ടെത്തുകയാണ്. അവിടെ നമുക്ക് പറയാം, ഈ അനുഭവങ്ങളിലെല്ലാം നമ്മളിപ്പോ ഈ കടന്നു പോകുന്ന ഇന്ദ്രിയ അനുഭവങ്ങളിലും അതുപോലെ ഞാൻ അന്ധകരണമാണോ എന്നുള്ള അനുഭവങ്ങളിലും എല്ലാം സാമാന്യമായി ഞാൻ എന്ന ഒരു അഹംബോധമുണ്ട്. ഞാനുണ്ടല്ലോ. ഇവിടെ എത്തുമ്പോൾ ഈ ഞാനാണ് എല്ലാത്തിനും ആധാരം എന്ന് നമുക്കറിയാം. കാരണം നമ്മള് ഇപ്പോ ഇന്ദ്രിയങ്ങളെ പറയുമ്പോൾ തന്നെ എന്റെ കണ്ണ്, എന്റെ മൂക്ക് എന്നാ പറയുന്നത്. അവിടെ എന്റെ എന്ന് പറയുന്ന ഒരു ഞാനുണ്ട്. അപ്പോൾ എന്നിൽ നിന്ന് ഭിന്നമാണ് ആ ഇന്ദ്രിയങ്ങൾ എന്ന് നമുക്ക് വരുന്നു. നമ്മൾ തന്നെ പറയണ നോക്കൂ, എന്റെ ശരീരം എന്നല്ലേ നമ്മൾ പറയണേ, എന്റെ മനസ്സ് എന്നല്ലേ നമ്മൾ പറയണത്. അപ്പോൾ ഇതിനതീതമായി, ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അതീതമായി ഒരു എന്റെ ഉണ്ട്, ഒരു ഞാനുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഞാനാണ് സർവ്വതിനും ആധാരം. ഞാനില്ലെങ്കിൽ സങ്കല്പമില്ല, നിശ്ചയമില്ല, ഇന്ദ്രിയവേദ്യമായ അറിവുകളുമില്ല എന്നറിയാം. ഇത് കേൾക്കേണ്ട, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇത് കേൾക്കേണ്ട കാര്യമല്ല, സ്വയം തന്നിലേക്ക് അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് കേൾക്കേണ്ട കാര്യമാണിത്. ഇനി അടുത്ത ശ്രമം ഈ ഞാനിനെ കണ്ടെത്തലാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി, ഞാനിനെ അറിയണമെങ്കിൽ
നാം അന്ധകരണത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കണം. കാരണം ഇതൊന്നും ഞാനല്ല. എന്റെ മനസ്സ്, എന്റെ അന്ധകരണം എന്നൊക്കെ പറയണം. അപ്പോ എന്റെ ശരീരം എന്നൊക്കെ നമ്മൾ പറയണത്. അപ്പൊ പിന്നെ ഈ ഞാൻ അതിനപ്പുറമാണ്. അതിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഞാനിനെ കണ്ടെത്താൻ സാധ്യമല്ല, അതിലൂടെ മാത്രം. കാരണം അവയൊന്നും ഞാനല്ല എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇനി നാം എങ്ങനെ ഞാനിനെ അറിയാൻ സാധിക്കും? അതാണ് നമ്മള് നേരത്തെ തന്നെ ചിന്ത ചെയ്തൊരു കാര്യമാണ്. മനസ്സുകൊണ്ട് മനസ്സിനെയും മുറിച്ചു തള്ളണം. മനസ്സുകൊണ്ട് ഈ മനസ്സിനെ മുറിച്ചു തള്ളണം. മനസ്സുകൊണ്ട് പരമാത്മ സത്യത്തെ ബോധ്യം ചെയ്ത് കഴിയുമ്പോൾ ഈ മനസ്സിനപ്പുറമുള്ള ബോധ സത്യത്തെ നമുക്ക് മനസ്സിലാകുന്നു. അതാണ് അന്ധകരണത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കണം എന്ന് പറഞ്ഞത്. യോഗാഭ്യാസത്തിലൂടെ ഞാൻ ബ്രഹ്മവസ്തു അംശമാണെന്ന് സാധകന് വ്യക്തമായി തെളിയുന്നു. അപ്പോൾ നാം മുൻപ് പഠിച്ചുറച്ചതുപോലെ അഖണ്ഡബോധത്തിൽ നിന്നും അഹംബോധം, അഹംബോധത്തിൽ നിന്ന് പ്രാണൻ, പ്രാണനിൽ നിന്ന് ചിത്തം, ചിത്തത്തിൽ നിന്ന് ബുദ്ധി, ബുദ്ധിയിൽ നിന്നും മനസ്സ്, മനസ്സിൽ നിന്നും ഇന്ദ്രിയങ്ങൾ, ഇങ്ങനെയൊക്കെ നമുക്ക് പ്രപഞ്ചത്തിലെ അനുഭവങ്ങൾ ഉണ്ടാവും. ഇത് ഒരു അനുഭവക്രമമാണ് പറയുന്നത്, അല്ലാതെ സൃഷ്ടിക്രമമല്ല. അഹംബോധത്തിൽ നിന്നുള്ള പരിണാമ ആ ക്രമങ്ങളെയൊക്കെ ഉപേക്ഷിച്ചാൽ, അതായത് ഇത് ഞാനല്ല, ഇത് ഞാനല്ല എന്ന് പറഞ്ഞ സകലതിനെയും നാം അഴിച്ചു മാറ്റിയാൽ അഖണ്ഡമായ സത്തയെ നമുക്ക് അനുഭവിക്കാനാവും. നേതി പ്രക്രിയയിലൂടെ ശരീരാദി ഘടകങ്ങളെ പുറന്തള്ളി ധ്യാനനിരതമാകുന്ന യോഗിക്ക് തത്വം വെളിപ്പെട്ട് കിട്ടുന്നു. ഏകവും അദ്വയവുമായ പരമതത്വം അതുതന്നെയാണ് ഞാൻ എന്ന ബോധം. മറ്റു ഘടകങ്ങളൊക്കെ ബോധത്തിൽ കാണുന്ന കാഴ്ചകൾ മാത്രമാണ്. ബോധം വേണമെന്ന് വിചാരിച്ചാൽ കാഴ്ചകളുണ്ട്, കൈവിട്ടാൽ ഇല്ലാതെയാകുന്നു. ഈ മഹത്തായ സാക്ഷാത്കാര രഹസ്യമാണ് അവയവങ്ങൾ വേർതിരിച്ചു നോക്കിയാൽ എല്ലാം ബോധമാണെന്ന് തെളിയും എന്ന് ഗുരു വ്യക്തമാക്കി തരുന്നത്. ഇവിടെ മായാശക്തി ബോധത്തിൽ നാമരൂപങ്ങളുടെ തോന്നലുളവാക്കുന്നു. നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പരമമായ തത്വത്തെ വിശകലനം ചെയ്ത് പഠിക്കുകയാണ് നാം. ഈ വിശകലനം വ്യക്തിയുടെ തലത്തിൽ നിന്നും നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാം പരമബോധത്തിൽ മായയുളവാക്കുന്ന തോന്നലുകളാണെന്ന്. ഇനി നമുക്ക് നാമരൂപങ്ങളായി വിരിഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ച പദാർത്ഥങ്ങളെ അവയവങ്ങളായി പിരിച്ച് വസ്തുസത്യം തിരയുമ്പോൾ ഗുരു ഏതിനും യുക്തി കാണുന്നുണ്ട്. കാരണം ശാസ്ത്ര സാങ്കേതിക വിദ്യ പ്രചാരം സിദ്ധിച്ച ഒരു നൂറ്റാണ്ടിലാണ് ഗുരു അവതരിച്ചത്. ഒരു വസ്തുവിന്റെ ശരിയായ തത്വം അറിയാൻ അതിനെ വിശ്ലേഷണം ചെയ്താണ് ആധുനിക ശാസ്ത്രം അറിയുന്നത്. ഗുരുവും ആ രീതി സ്വീകരിക്കുന്നുണ്ട്. ഇക്കാര്യം അദ്വൈത ദീപികയില് വ്യക്തമായി കാണാവുന്നതാണ്. അല്ലെ? വാസസ്സു തന്തുവിദു പഞ്ഞിയിതാദിമൂല ഭൂതപ്രഘാതമിതു മോർക്കുകിലിപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു പാദസ്സു പോലെ പരമാവധി ബോധമത്രേ. ഒരു വസ്ത്രത്തിന്റെ സത്യമറിയാൻ അതിനെ പിരിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ അതിനെ വിഘടിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഓരോരോ നൂലുകൾ ചേർന്നതാണ് എന്ന്. അപ്പോൾ അവിടെ വസ്ത്രമില്ല, ഉള്ളത് നൂല് മാത്രമാണ്. നൂലിനെ വീണ്ടും ഇഴപിരിച്ചു നോക്കുമ്പോൾ അത് പഞ്ഞിനാരായി മാറുന്നു. അപ്പോൾ നൂലെന്ന സത്യം മാറി ഉള്ളത് പഞ്ഞി.
മാത്രമാണ്. ആ പഞ്ഞിനാരിനെ വീണ്ടും വീണ്ടും വിഘടിപ്പിക്കുമ്പോൾ അത് പഞ്ചഭൂതങ്ങളായി മാറുന്നു. ജഡമായ പഞ്ചഭൂത തന്മാത്രങ്ങളെ, ഈ തന്മാത്രകളെയെല്ലാം അവയവങ്ങളാക്കി മാറ്റിയാൽ തന്മാത്രകളെയും നമ്മൾ പിരിക്കുമ്പോൾ അത് പ്രാണസ്പന്ദനമായി മാറുന്നു. ഓരോ പ്രാണസ്പന്ദനത്തിന്റെയും ഉറവിടം അന്വേഷിക്കുമ്പോൾ അത് ഒരു മാനുഷികമായ ആ ഒരു ഭൗതികമായ ജീവിത തലത്തിൽ നിൽക്കുന്ന നമുക്കൊക്കെ അനുഭവവേദ്യം ആകുന്നതല്ല. അത് അന്തർമുഖമായി യോഗാദി അഭ്യാസങ്ങൾ കൊണ്ട് ഓരോരുത്തരും തിരയേണ്ടതാണ്. പ്രാണസ്പന്ദനം വരെ അടക്കി ഈ പരമസത്യത്തെ കണ്ടറിഞ്ഞ് ആ അറിവാണ് ഗുരു നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. അങ്ങനെ അറിവ് തന്നെയാണ് വസ്ത്രമായും നൂലായും പഞ്ഞിയായും ഭൂതതന്മാത്രകളായും എല്ലാം ഒക്കെയായി വിലാസം ചെയ്തിരുന്നത് എന്ന്. ആ അറിവാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് ചിന്മാത്രം അഖിലം എന്ന് പറഞ്ഞത്. ചിന്മാത്രം അഖിലം. ഓരോ അവയവങ്ങളും വ്യക്തിസത്തയിലായാലും പ്രപഞ്ചസത്തയിലായാലും പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളിലായാലും നമ്മൾ ഓരോന്നുമായി മാറ്റി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ചിന്മാത്രം അഖിലം. എല്ലാത്തിലും ബോധം തന്നെ, ബോധമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മളിപ്പോ പറഞ്ഞു വന്നത് പ്രപഞ്ച വസ്തുക്കളെ വിശകലനം ചെയ്തപ്പോഴും ഇത് അറിവിൽ അധിഷ്ഠിതമായിരിക്കുന്നു. യുക്തിയില്ലാത്ത കാര്യങ്ങളൊന്നും വേദാന്ത ശാസ്ത്രം ചർച്ച ചെയ്യുകയേയില്ല. ഇപ്പോൾ ശാസ്ത്രത്തിൽ തന്നെ നമ്മൾ പറയുമ്പോൾ ഒരു പഞ്ഞിനാരിനെ നമ്മൾ വിഘടനം ചെയ്തൊന്ന് ശാസ്ത്രദൃഷ്ടിയാ നോക്കൂ. അതിലെ കാർബണും ഓക്സിജൻ തുടങ്ങിയ മൂലകങ്ങളുടെ പരമാണുക്കൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ശാസ്ത്രീയ ദൃഷ്ടിയിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ പരമാണുക്കളാണ് അതിൽ സത്യമെന്നറിയാൻ സാധിക്കുന്നു. വീണ്ടും പരമാണുക്കളെ വിഘടനം ചെയ്താലോ അത് പലതരത്തിലുള്ള ഊർജഗണങ്ങളായി മാറുന്നുണ്ട്. ശാസ്ത്രങ്ങളും സയൻസൊക്കെ പഠിക്കുന്നവരാണ് നിങ്ങൾ. ഇനി എല്ലാ കണങ്ങളും നമ്മളിപ്പോ ഈ ഊർജഗണങ്ങൾ ഓരോന്നും, എല്ലാ ഊർജഗണങ്ങളും ഒരേ ഊർജത്തിന്റെ പല പല ഭാവങ്ങളാണെന്ന് നമുക്ക് കാണാം. അനേകം ഊർജഗണങ്ങളെ കണ്ടെത്തുമെന്ന് നമ്മൾ പറഞ്ഞു പരമാണുക്കളെ വിഘടനം ചെയ്തപ്പോൾ. ഈ ഊർജഗണങ്ങളെല്ലാം ഒരേ ഊർജത്തിന്റെ പല ഭാവങ്ങളാണെന്ന് കാണാനാവും. ഈ ഊർജത്തിന്റെ ഉണ്മ എവിടെയാണ്? ശാസ്ത്രലോകത്തിനോടാണ് ചോദിക്കുന്നത്, ഈ ഊർജത്തിന്റെ ഉണ്മ എവിടെയാണ്? പക്ഷെ അതുണ്ടെന്ന് മാത്രം അറിയാം. ഉണ്മ അറിവ് രൂപത്തിൽ, അതായത് അതിന്റെ അറിവിന്റെ രൂപത്തിലുള്ളത് മാത്രമാണ് അവിടെയും. അത് അറിവിൽ മാത്രം ഉണ്മയുള്ള ഊർജമാണ് പലതരം ഊർജരേണുക്കളായും പരമാണുക്കളായും തന്മാത്രകളായും പഞ്ഞിനാരായും നൂലായും വസ്ത്രമായും ഈ ലോകമായും ഒക്കെ വിലാസം ചെയ്യുന്നത്. ആയതിനാൽ ആധുനിക ശാസ്ത്ര ദൃഷ്ടിയാ നോക്കിയാലും ഇത് ചിന്മാത്രം തന്നെ. ഇക്കാര്യം അസംശയം, ഒരു സംശയവും വേണ്ട. പ്രാണസ്പന്ദനത്തെ നിയന്ത്രിച്ച് നിശ്ചലമാക്കുമ്പോൾ അഖണ്ഡമായ ബോധസമുദ്രം അന്വേഷണം തുടരുന്നയാളിന് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. പ്രാണസ്പന്ദനം വരെ അടക്കി പരമമായ സത്യം തിരഞ്ഞൊരു സദ്ഗുരുവിനെ ലഭിച്ചിട്ട് പോലും അത് തിരിച്ചറിയാതെ അജ്ഞാന അന്ധകാരത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ജനവിഭാഗത്തെ നമുക്ക് കാണാം. അവരെ ഓർക്കുമ്പോൾ നമുക്ക് സത്യത്തിലെ അനുകമ്പയാണ് അവരോട് തോന്നുന്നത്. എന്തൊക്കെയോ നേടാനുണ്ട് എന്ന തത്രപ്പാടിലുള്ള ഈ പരക്കം പാച്ചിലും ഓട്ടവും കാണുമ്പോൾ വളരെയധികം അനുകമ്പ തോന്നുന്നു. അപ്പൊ നമുക്ക് ഗുരുവിനോട് എത്ര കാരുണ്യം തോന്നും. നമ്മളെ ഈ സത്യത്തിലേക്ക് വലിച്ചടിപ്പിച്ച് ഈ സത്യം കേൾപ്പിച്ച് തരുന്ന
പരമഗുരു നമ്മളോട് കാണിക്കുന്ന ഈ കാരുണ്യത്തിന് അതിരില്ലല്ലോ എന്നോർക്കുമ്പോൾ ശരിക്കും കണ്ണുകള് ആർദ്രമാവും. നമ്മോട് ഗുരു ചൊരിയുന്ന ഈ കാരുണ്യം കാണുമ്പോൾ നമ്മൾ കൃതിയിലേക്ക് വരുമ്പോൾ അദ്വൈത ദീപികയില് വീണ്ടും ഗുരു ഇതിന് അനുയോജ്യമായ ശ്ലോകങ്ങൾ, അദ്വൈത ദീപികയിൽ ധാരാളം ശ്ലോകങ്ങൾ നമുക്കിവിടെ കൂട്ടിച്ചേർത്ത് പഠിക്കാവുന്ന ശ്ലോകങ്ങളാണ്. അവിടെ പറയുന്നുണ്ട്, ഓരോന്നായി അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല വിചിത്രമത്രേ, വേറാകുമീ അവയവങ്ങളുമേവമങ്ങോട്ട് ഓരാകിലിൽ അഖിലവും നിജബോധമാത്രം എന്ന്. അദ്വൈത ദീപികയിലെ 13ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്, അവയവം ഓരോന്നായി വേർപെടുത്തി നോക്കിയാൽ പ്രപഞ്ചം ഇല്ലാണ്ടാവും. ആശ്ചര്യമെന്നേ പറയേണ്ടു. വേർതിരിയുന്ന അവയവങ്ങള് വീണ്ടും അങ്ങോട്ട് ചെന്ന് അവയെ അറിയാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങെന്നില്ലാതെ മറഞ്ഞു പോകുമെന്ന്, ശുദ്ധബോധ വസ്തു മാത്രം അവശേഷിക്കുന്നു എന്ന് അദ്വൈത ദീപികയിലും പറയുന്നു. നമുക്ക് ഇതിനൊന്ന് റിവിഷൻ ചെയ്യുമ്പോൾ അപവാദ ദർശനം ഒന്നുകൂടെ നമുക്കൊന്ന് എല്ലാം ക്രോഡീകരിച്ച് നമുക്ക് പറയുമ്പോൾ, അവയവങ്ങളെ ഓരോന്നായി അല്ലെ, അവയവങ്ങളെ ഓരോന്നായി വേർതിരിച്ചു നോക്കിയാല് മായയല്ല, എല്ലാം ബോധമാണ് എന്ന് ബോധ്യപ്പെടും അല്ലെ. ചിന്മാത്രം അഖിലം നാന്യത് അല്ലെ എന്ന് ബോധ്യപ്പെടും. മായാവിദൂരകം, മായയെ മാറ്റി നിർത്തി നോക്കുമ്പോൾ എല്ലാം ചിന്മാത്രമാണ്, ബോധമാണ് എന്ന് ബോധ്യപ്പെടും എന്ന് പറഞ്ഞു. അവിടെ പലതരത്തിലുള്ള വിശകലനം നാം പറഞ്ഞു. ഗുരു പറഞ്ഞിരിക്കുന്നത് 2 തരത്തിലുള്ള വിശകലനമാണ് എന്ന് പറഞ്ഞു. ആദ്യം നമ്മളിൽ തന്നെ നേതി പറഞ്ഞ് ഓരോന്നിനെയും തള്ളിക്കളഞ്ഞു. ശരീര ബുദ്ധി അഹങ്കാരാദികളെല്ലാം നമ്മൾ തള്ളിക്കളഞ്ഞു. ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞ പോലെ, അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമ. ഇതിന്റെയൊക്കെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി പഠിച്ചോളൂ. അർക്കാനലാദി വെളിവിനെയൊക്കെ ഗ്രഹിക്കുന്ന ആ കണ്ണിന് കണ്ണ് മനസ്സാണ്. അതിനും കണ്ണായിരിക്കുന്നത് ആരാണ്? താനെന്നുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം എത്ര. എല്ലാം ഇതിന്റെ തത്വം ഒന്നു തന്നെയാണ്. അതുപോലെ നമ്മളിൽ ഓരോന്നായി വിശകലനം ചെയ്താൽ ബോധം മാത്രമാണ് പരമകാരണമെന്ന് ബോധ്യമാകും എന്നും പഠിച്ചു. ശങ്കരാചാര്യരുടെ ഏകശ്ലോകി എന്ന ഒരു കൃതിയുണ്ട്. അതിനകത്തൊരു ഒറ്റ ശ്ലോകമാണുള്ളത്. ഒരു വൃദ്ധൻ പറയുകയാണ്, എനിക്കിനി ഉപാസനകളൊന്നും സാധ്യമല്ല, പ്രായം അധികമായി, ഞാനിനി എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ ആചാര്യസ്വാമികൾ പറഞ്ഞു, ആ പറഞ്ഞു കൊടുത്ത ഉത്തരം ഒറ്റ ശ്ലോകമായി എഴുതിയിരിക്കുകയാണ്, ഏകശ്ലോകി. അതിൽ ചോദിക്കുന്നുണ്ട്, പകൽ നിങ്ങൾ, ആചാര്യൻ ചോദിക്കുകയാണ്, പകൽ നിങ്ങൾ എങ്ങനെയാണ് വസ്തുക്കളെ കാണുന്നത്? കിം ജ്യോതിസ്തവ ഭാനുമാന ഹനിമേ, പകൽ ഞാൻ സൂര്യനെ കൊണ്ട് കാണുന്നു. ഇനിയോ രാത്രി ഞാൻ ദീപങ്ങളെ കൊണ്ട് കാണുന്നു. അതിനുമപ്പുറം നിങ്ങൾ എങ്ങനെ കാണുന്നു വസ്തുക്കളെ? മനസ്സിനെ കൊണ്ട് കാണുന്നു. മനസ്സിനെ ആര് കാണുന്നു? മനസ്സിനെ ബുദ്ധി കാണുന്നു. ബുദ്ധിയെ ആര് കാണുന്നു? അഹമസ്മി തത്, ഞാൻ തന്നെ കാണുന്നു. അങ്ങനെ എല്ലാറ്റിനെയും നീക്കി അവസാനം ഞാനിലെത്തുന്നു. അങ്ങനെ ആ ഒരു യോഗാഭ്യാസം ഈ അനുഭവതലത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു അനുഭവതലത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രപഞ്ച വസ്തുക്കളിൽ ഈ ഒരു ദർശനത്തെ വേണമെങ്കിൽ വിശകലനം ചെയ്തും പഠിച്ചു. അവിടെ നമ്മൾ വസ്ത്രം, നൂലും, പഞ്ഞിയും, പഞ്ചഭൂതങ്ങളും, പ്രാണസ്പന്ദനവും, ബ്രഹ്മം ബോധത്തിലൊക്കെ നമ്മൾ എത്തി. ഇതല്ലാതെ വാസിഷ്ഠ രാമായണം യോഗവാസിഷ്ഠവും 4 തരത്തിലുള്ള അവയവ വിശകലനം പറയുന്നുണ്ട്. അനുഭവത്രയ വിശകലനം, അവിടെ സ്ഥൂല സൂക്ഷ്മ കാരണം പറയുന്നുണ്ട്. അവസ്ഥാത്രയ വിശകലനം, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി തുടങ്ങിയ അവസ്ഥകളെ വിശകലനം ചെയ്യുന്നുണ്ട്.
പിന്നെ പദാർത്ഥ വിശകലനം വാസിഷ്ഠത്തിൽ പറയുന്ന വിശകലനമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു പദാർത്ഥത്തെ വിശകലനം ചെയ്തറിയുന്നത്. ദൃഗ്ദൃശ്യ വിവേകം, ദൈവദശകത്തിൽ പറഞ്ഞ പോലെ ഈ കാണപ്പെടുന്ന എന്താ പറയാ, ദൃക്കും ദൃശ്യവും അല്ല, ഈ കാണുന്ന ദൃശ്യത്തിനെ കാണുന്ന ഞാൻ, അവിടെ ഒരു ഞാൻ. ഇങ്ങനെ 4 തരത്തിലുള്ള വിശകലനം വാസിഷ്ഠ രാമായണം പറയുന്നുണ്ട്. അപ്പോൾ നമ്മള് ഈ ഒരു തലത്തിലേക്ക് ഈ ശ്ലോകത്തിന്റെ വിശദീകരണം വളരെ വ്യക്തമായി തന്നെ ഗുരു ഈ കൃതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ പല പല ഉദാഹരണങ്ങളിലൂടെയും നമ്മളത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും മനനം ചെയ്ത് പഠിച്ച് ഉറപ്പിക്കേണ്ടതാണ്. അധ്യാരോപം ചെയ്ത എല്ലാത്തിനെയും ഓരോന്നായി അഴിച്ചുമാറ്റി അപവാദ ദർശനമാണ് യഥാർത്ഥ ബോധോദയം എന്നറിയണം, അല്ലെ? ഇപ്പൊ നമ്മള് രാമൻപിള്ള രാവണവേഷം കെട്ടി വന്ന രാമൻപിള്ള രാവണവേഷം അഴിച്ചു മാറ്റുമ്പോൾ അത് തിരിച്ച് അയാളുടെ തന്നെ വ്യക്തിത്വത്തിലേക്ക് എത്തുന്നത് പോലെ പഞ്ചഭൂതങ്ങളെ മാറ്റി നോക്കിയാല് നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള അവയവ വിശകലനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ബോധ്യമാകും എല്ലാം ബോധവസ്തുവല്ലാതെ മറ്റൊന്നും നമുക്ക് കണ്ടെത്താൻ ആവില്ല എന്ന് തിരിച്ചറിയേണ്ടതാണ്. അപ്പൊ നമ്മൾ ഈ അവയവ വിശകലനത്തിലൂടെ സത്യം ഉറയ്ക്കുന്നത് വരെ നമ്മൾ ഈ വിശകലനത്തിലൂടെ പോകേണ്ടി വരും. ഇത് എത്ര നാളെന്ന് പറഞ്ഞാൽ നമുക്ക് സത്യം ഉറയ്ക്കുന്നത് വരെ നമ്മളിൽ ഈ വിശകലനം നടന്നുകൊണ്ടേയിരിക്കും. അതായത് ശരീരമല്ല ബോധമാണെന്ന് അനുഭവിക്കണം. അഹങ്കാരത്തിൽ നിന്നും അഹംബോധത്തിലേക്കും അഹത്തിന്റെ മുളപ്പിൽ നിന്നും പതുക്കെ ആ വ്യക്തിത്വത്തിൽ നിന്ന് അസ്തിത്വത്തിലേക്കും ഒക്കെ നമ്മൾ മാറണം. അതിൽ നിന്ന് നമ്മൾ അഖണ്ഡ ബോധത്തിലേക്ക് എത്തിച്ചേരണം. അതിനുള്ള വഴികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ അത് അപവാദ ദർശനത്തിന്റെ 7ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥവിചിന്തനം. എല്ലാ അവയവങ്ങളും ഓരോന്നായി വേർതിരിച്ചു നോക്കിയാൽ എല്ലാം മായാസ്പർശമില്ലാത്ത ബോധവസ്തുവല്ലാതെ മറ്റൊന്നുമില്ല എന്ന് കണ്ടെത്താൻ കഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 7ാം ശ്ലോകത്തിന്റെ അർത്ഥവിചിന്തനം സമർപ്പിക്കുന്നു. ഗുരു ഓം തത്സത്.